കിടുകില്ലാടി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഡിലേ ആവണുണ്ട് വീഡിയോസ്, മനഃപൂർവ്വം അല്ല, മടിയായതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ നമ്മുടെ ചാനൽ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി, ഒരു എന്താ പറയുക, ഒരു ട്രിപ്പ് യാത്രയാണ്. ആ ഒരു പിച്ച വെച്ച് തുടങ്ങി എന്ന് വേണം പറയാൻ. വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ യാത്രകളൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പിച്ച വെപ്പ് എവിടെ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്തിനടുത്തായിട്ട് പട്ടാഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ അമ്മ വീട് ഇവിടെയാണ്. ഇതാണ് വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. ആദ്യത്തെ റൈഡ് തന്നെ ലോങ് റൈഡാണ്. വേറെ ഒരിടത്തോട്ടും അല്ല, കൊച്ചിയിലോട്ടാണ്. അവിടെ പോയി അടിച്ച് പൊളിച്ച് കറങ്ങാനൊക്കെ വിചാരിച്ച് അങ്ങ് പോവുകയാണ്. കൂടുതലായിട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല, ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ കിടന്ന് ഞാൻ പ്രഷർ ചെയ്യണില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ഞാൻ പ്രഷർ ചെയ്യണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പവറാക്കണം. ഗൈസ്, പിന്നൊരു കാര്യം കൂടെ, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ വരണുണ്ട്. എൻ്റെ അങ്കിളാണ്. എൻ്റെ അങ്കിള് എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ അങ്കിളാണ്. എനിക്ക് ട്രൈപോഡും ബൈക്കും എല്ലാം വാങ്ങിച്ചത് അങ്കിളാണ്. അങ്കിള് എൻ്റെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ വെറും മൂളച്ചാണ്. അപ്പൊ ഇനി നമ്മുടെ യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു ചെറുക്കനും കൂടെ ഉണ്ട്, അവനാണ് നമ്മൾ പോണത്. എൻ്റെ ചെറുക്കനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വണ്ടി, ഇതാണ് എൻ്റെ ചെറുക്കൻ, എല്ലാം ഇതിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തേരെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി വേറൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴികളും ഇറങ്ങുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന പരിപാടികളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും എല്ലാ പരിപാടീസും നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഇടയ്ക്കുള്ള വ്ളോഗ്സും എല്ലാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നാൽ പിന്നെ ശരി, നമ്മളെ യാത്ര ഇനി കാണാം. അപ്പം നിങ്ങളും വാ കൂടെ.
നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിച്ചിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനി അടുത്ത് നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള കാഴ്ചകൾ ഉള്ള വീഡിയോസൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞ ഡയലോഗ് അടുപ്പിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി യാത്രയിൽ കാണാം. ശബകള് ഇപ്പൊ ഏതോ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ചൂണ്ടയിടലൊക്കെ നടക്കുവാണ്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ ചവിട്ടി ഇറങ്ങിയ സംഭവമാണിത്. മീൻ പിടിക്കുന്നത് കാണിച്ചു തരാം. ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അവര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ജോലി നമ്മളെ തടസ്സപ്പെടുത്തണില്ല. നമ്മൾ ഇവിടുന്ന് തെറിക്കാൻ പോവുകയാണ് ലെവനുമായിട്ട്. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതെന്റെ രണ്ടാമത്തെ അങ്കിളാണ്. അങ്കിളിന്റെ വീട്ടിലടുത്ത് താമസിക്കാൻ പോകുന്നത്. ഇന്ന് നാളെയും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് എല്ലാം അങ്കിളാണ് നോക്കുന്നത്. ഞാൻ പെട്ടു. ഇന്നത്തെ വീഡിയോ ഇതുവരെ എല്ലാം ബാക്കി ഇനി ഉണ്ട്. 2 ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പൊ ബാക്കി കാണാം. ശരി, കണ്ടു വാ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് കുളിച്ച് റെഡിയായി. ഡ്രസ്സൊക്കെ അതേ ഡ്രസ്സാണ് ഇട്ടിട്ട് നമ്മള് ഫാമിലി ഫുള്ളും കറങ്ങാൻ വേണ്ടി മറൈൻ ഡ്രൈവിലോട്ട് പോവുകയാണ്. മറൈൻ ഡ്രൈവ് ആണോന്ന് ഫിക്സ് ആയില്ല. എന്തായാലും നമ്മൾ മറൈൻ ഡ്രൈവ് ആണ് നമ്മള് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ദിസ് ഈസ് സേറ. ഹായ്. അപ്പൊ നമ്മള് അടിച്ചു പൊളിച്ച് തകർത്തിട്ട് നമ്മള് വരാം. പിന്നെ നമ്മുടെ ബാക്കി വീഡിയോസ് ഒക്കെ ഉണ്ട്. എല്ലാരും വാച്ച് ചെയ്യണം, മറക്കരുത്. ബൈ ബൈ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി ഒരു പള്ളിയിലാണ്. പള്ളി നമുക്കൊക്കെ കാണാം. ഇവിടുത്തെ കാഴ്ചയിൽ വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. പള്ളി കണ്ടപ്പോഴേ നമ്മൾ ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. പള്ളികൾ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. നല്ല വ്ളോഗാണ്. അപ്പൊ ഇതിനകത്തുള്ള കാഴ്ച നമുക്ക് ഇനി കാണാം. ആദ്യം നമുക്ക് പുറമെയുള്ള കാഴ്ച കാണാം. ശരിയല്ല. അപ്പൊ നമ്മള് പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി. അവിടെ വേറെ വൈബാണ്. എന്താണ് നമ്മള് എന്റെ ആന്റി പറയും, എന്താണ് അവിടുത്തെ വൈബ്? സൂപ്പർ വൈബായിരുന്നു. നല്ല മൈൻഡ് റിലാക്സിങ് ഒക്കെ ആയിരുന്നു അവിടെ. അടിപൊളിയാണ്. സമാധാനം, സന്തോഷം. ഡിപ്രഷൻ ആയിട്ടുള്ളവർക്കെല്ലാം ഞാൻ ഇങ്ങോട്ട് സജക്ട് ചെയ്യാണ്. അതെ സംഭവം അത് ചെയ്യാണ്. ഇനി അടുത്ത സ്ഥലത്തിലോട്ട് പോയാണ്. അടുത്ത നമ്മളിനി മെട്രോ അങ്ങോട്ട് ചെലിക്കുകയാണ്.
പിന്നെ പോയാ പോയി ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നമ്മുടെ വണ്ടി എവിടെ? നമ്മുടെ വണ്ടി ദോ കിടക്കും. കറക്റ്റ് വണ്ടി ഇവിടെ നീ എടുത്തോ. നമ്മുടെ പള്ളിയുടെ ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടപ്പള്ളിയാണിത്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച വണ്ടി. ഇതാണ് ഇവരുടെ വണ്ടി. അപ്പോൾ ബാക്കി വീഡിയോ അടുത്തടുത്ത് ഇങ്ങനെ വരുന്നതായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയത് ഫുഡ്, രാത്രിത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാണ്. ഏത് കടയിലാണ് നമുക്കറിയത്തില്ല. ഇവിടെ ഒരുപാട് കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും നല്ല അടിപൊളി കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ചാപ്പാടടിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ പിന്നെ കടകളിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ ഫുഡുണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ആ ഷേക്ക് കുടിച്ചപ്പോൾ എൻ്റെ വയറാകെ പൊട്ടി, ഒന്നും പറയില്ല. പോലെ രാവിലെ ഓടി ആശ. ഇതെൻ്റെ അങ്കിളാണ്, പേര് സോജു, ഇവിടെ സെറ്റിലാണ്, ബിസിനസ് മാൻ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോകാനാണ്, അടുത്ത് കറങ്ങാൻ. ഇന്ന് ഫുള്ളും നമ്മൾ വെളിയിലായിരിക്കും. പിന്നെ അതിനടുത്ത് നാളത്തേക്കുള്ള ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ വാച്ച് ചെയ്യണം. ഒരു 10-30 മിനിറ്റിനുള്ള വീഡിയോസ് എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം നിങ്ങൾ കാണണം. ഓക്കെ, ശരി, ബൈ ബൈ.
അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവില് വന്നേക്കാണ്. അപ്പൊ ചിലപ്പോ ബോട്ടിങ് കാണും, പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചുമ്മാ അവിടെ ചെന്നൊക്കെ ഇരിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് നേരെ നമുക്ക് എന്നെ അവിടെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഏത് എല്ലാരും കൂടെ എന്നെ ട്രോളറാണ്. ഞാൻ ഹായ് കൈസ് പറഞ്ഞപ്പോ അവര് പേടിച്ചത്. ഹായ്. അപ്പോൾ ബോട്ടിൽ കയറാൻ നമുക്ക് അവസരം കിട്ടിയില്ല, ടൈം കഴിഞ്ഞു. ബോട്ടിങ് കയറാനുള്ള ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി തെരപ്പാരൊക്കെ നടക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, റൗണ്ട് അടിച്ച് നോക്കിയിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഇന്നലെ മറൈൻ ഡ്രൈവിലൊക്കെ പോയിട്ട് ഭയങ്കര ടയേർഡായി. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഇപ്പോഴാണ് ഫോൺ എടുക്കുന്നത്. നല്ല പൊക്കണത് ഇപ്പോഴാണ്. പിന്നെ ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് മെട്രോയിലും ലുലുമാളിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നലത്തെ പോലെ കരിമ്പ് ജ്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ വന്നത് കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ വേറൊരു പരിപാടിയുണ്ട്. പാട്ടം കിട്ടി പറഞ്ഞ് തെറ്റാണ് നമ്മുടെ വണ്ടി.
ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സ്ഥലം കൊച്ചി ലുലു മോളിലാണ്. ഇപ്പോൾ ലുലു മോൾ കാർ പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൊച്ചി ലുലു മോൾ കാഴ്ചകളും വിശേഷങ്ങളും കാണും, അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ലുലു മോളിൻ്റെ വീട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അപ്പം ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ഇപ്പോൾ ട്രിപ്പ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നു, അത്രയും. ഓക്കെ, ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചി ടു ആലുവ ടിക്കറ്റ് എടുത്തേക്കാണ് മെട്രോയ്ക്ക്. ഇപ്പം മെട്രോ വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി കുറച്ച് നേരം നമ്മൾ മെട്രോയിൽ ഇരുന്നുള്ള കാഴ്ചകൾ കാണാം. വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറേ ബിൽഡിങ്സ് കാണാം, അത്ര വേറൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ കയറുന്നതല്ലേ, എല്ലാവർക്കും അറിയാം എന്താണെന്ന്. പുലിപ്പില്ലാതൊക്കെ ഇതിന് പോവാം. ഓക്കെ, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി ലുലു മോളിലൊക്കെ ചെന്ന് അടിച്ച് കറങ്ങി ഭയങ്കര ടയേർഡായി. എല്ലായിടവും കറങ്ങി വന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, ഇന്നലെ നമ്മൾ വന്നിട്ട് മറൈൻ ഡ്രൈവ് വന്നു. അപ്പോൾ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ 6:30 ടൈമായി. മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ട്, ബോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ പോവാണ്. ഇനി ബോട്ടിങ് യാത്രയൊക്കെ നമുക്ക് നോക്കാം. ആ യാത്ര നമുക്ക് കാണാം.
അങ്ങനെ പോകില്ല. ഹായ് ഹായ്. നമ്മളങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ച് സമയമൊക്കെയുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. വേറെ ഒരു മണിക്കൂറത്തേക്ക് ടിക്കറ്റാണ് നമ്മൾ എടുത്തത്.
ഇന്നലത്തെ പോലെ വൈകിട്ട് വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. രാത്രി എന്തോ ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രി ബോട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മാറൈൻ ഡ്രൈവ് വന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ലുലുവിൽ പോയി സിനിമ കാണാൻ. അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു 1:30 ആയി. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല ക്ഷീണമായിരുന്നു. വന്ന് കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോൾ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലം തൊട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ വണ്ടർല. അപ്പം അവിടുത്തെ വീഡിയോസ് കാണാൻ ചാൻസ് കുറവാണ്. ചിലപ്പം എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. പക്ഷെ ഫോൺ കൊണ്ടുപോയ ഒരു ബാധ്യത, നമുക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പം പറ്റുവാണെങ്കിൽ അവിടുത്തെ വീഡിയോസും എടുത്തുതരാം. പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ബാക്കി കാഴ്ചകൾ കാണും. ഓക്കെ, ബൈ ബൈ. ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് നമ്മൾ ട്രിപ്പ് തീരെയാണ് ഗൈസ്. ട്രിപ്പ് തീരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫുള്ള് വണ്ടർലയിലായിരുന്നു. വണ്ടർലയിൽ പോയി ഫുഡൊക്കെ അടിച്ച്, വണ്ടർലയെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഊരാതെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. വണ്ടർലയിൽ പോയി അതിൻ്റെ അകത്ത് ഫോണൊക്കെ കൊണ്ടുപോകാം. പക്ഷെ ചില റിസ്ക്കാണ്, ഫോൺ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ ഇതുപോലെ ഊരിപ്പോയാൽ പിന്നെ അത് മതി. എൻ്റെ ക്യാഷില്ല. പിന്നെ അങ്ങനെ അവിടെ പോയി ഡ്രസ്സ് എടുത്തു, പോയി അടിച്ച് പൊളിച്ചു. വീട്ടിൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് കയറി കിടന്നാ പിന്നെ ഒരു വിധവുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് നമ്മൾ പോവും. അതോടെ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ 2 ദിവസത്തെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ആവും. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനല്ലേ എടുത്ത് ഇപ്പം അങ്ങനെ വരത്തുള്ളൂ. വണ്ടർലയ്ക്കകത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കുറച്ച് അവിടെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ വാങ്ങാം, പക്ഷെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ വേറൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബൈ ബൈ.